ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം വൈറ്റ് ഡ്രസ്സ് ആക്ച്വലി ഞാൻ ഇടാറില്ല, കാരണം എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല. സോ ഇന്ന് വൈറ്റ് ഇടാൻ കാരണം എൻ്റെ ബർത്ത്ഡേ ആണ്. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, കാരണം ഞാനിങ്ങനെയാണ്. അപ്പം അതൊക്കെയാണ് അവസ്ഥ. ഗൈസ്, എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും തന്നെ വിഷ് ചെയ്യണം. എന്തായാലും എന്താ പറയുക ഒന്നും പറയാനില്ല. ഇത്രേ ആയതുകൊണ്ട് തന്നെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എന്നാലും കുഴപ്പമില്ല, ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേയിൽ നിങ്ങൾ എന്നെ വിഷ് ചെയ്യണം. ടാറ്റാ. അയ്യോ, കേക്കിന്റെ ഒരു ഫോട്ടോ, ഒരു മിനിറ്റ്. തിണ്ടിപ്പട്ടി, ഇത് ആരുടെ പ്ലാൻ ആയിരുന്നു? ഞങ്ങളുടെ പ്ലാൻ വേറെയാ. കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഇത്ത. അയ്യോ, അല്ലെങ്കിലേ ഇന്ന് വീട് മൊത്തം മിസ് ചെയ്ത് നിൽക്കുന്നു ഇത്ത. കഴിച്ചേ നല്ല താല്പര്യം. എന്നാ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ഗൈസ്, കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ മിസ് ചെയ്ത് നിൽക്കുന്ന സമയം. അപ്പോൾ ബബ്ലുവിനെയും അഫ്രോനെയും സോണീനെയും ഷാംറോനൊക്കെ ഇങ്ങനെ എന്തോ ഒരു വിഷമം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴേ ഇവർ പെട്ടെന്ന് പോയി. പാവം കുട്ടികളോ കേൾക്കണ ഭയങ്കര വിഷമവും സന്തോഷവും എല്ലാം ഒരുമിച്ചാണ്. താങ്ക് യു ഗൈസ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കുകയാണ്. അഞ്ജലി വർക്കിലാണ്, കാണിച്ചു തരാം. ഇത് നമ്മുടെ എന്താണ്, അയ്യോ അനശ്വര. എങ്ങനെയുണ്ട് ബിരിയാണി? സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതല്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. ബിരിയാണി എടി, എന്നൊന്ന് ബർത്ത്ഡേ വിഷ് എടി. ഒന്നുകൂടെ പറ. താങ്ക് യു. ചോദിച്ചു വാങ്ങിക്കേണ്ട അവസ്ഥ. ഇതിന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇഷ്ടമല്ല, അതുകൊണ്ട് എടാ എനിക്കൊന്നറി. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. ശരി, ടാറ്റ, ബൈ ബൈ. നല്ല രസമുണ്ട് കാണാൻ. അവരെല്ലാം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി സെലിബ്രേറ്റ് ചെയ്യണം. എങ്ങനെയുണ്ട് പാപ്പു? ഇന്ന് ജിജിന് ഹാപ്പി ബർത്ത്ഡേ പറയ്. സ്പൂൺ എടുത്തിട്ട് പറയ്. എല്ലാവരും ചിരിച്ചോ.